ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഹ്യൂമൻസ് ആൻഡ് ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോഡ് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കണം പ്രോഗ്രാമിൻ്റെ സമയത്ത്. ഈ ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമാണ്, വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 2 years ആണ് മിനിമം. മാക്സിമം യൂണിവേഴ്സിറ്റി നൽകുന്നത് 4 year ആണ്. മീഡിയം ഇംഗ്ലീഷ്, സ്പെഷ്യലൈസേഷൻ വുമൻസ് ആൻഡ് ജെൻഡർ സ്റ്റഡീസ് എന്നുള്ളതാണ് വരിക. അപ്പോൾ സ്ത്രീകളും അതുപോലെ തന്നെ ജെൻഡർ, ലിംഗവും ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഈ ഒരു കോഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വുമൻസ് ആൻഡ് ജെൻഡർ സ്റ്റഡീസ് ഒരു എമർജിങ് ആൻഡ് ഗ്രോയിങ് അക്കാദമിക് എൻക്വയറി ആയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് എന്നുള്ളതാണ് പറയുന്നത്. ഇതൊരു MA പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആൻഡ് തിയറി ആൻഡ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ഇതിനെക്കുറിച്ച് ഈ ഒരു കോഴ്സിൽ ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു കോഴ്സിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതുപോലെ ഹയർ സ്റ്റഡീസിനും റിസർച്ച് പ്രോഗ്രാംസിനും ഒക്കെ ഈ ഒരു കോഴ്സ് ഉപയോഗപ്പെടും. അതുപോലെ ഗവൺമെൻറ് ഏജൻസിയിൽ, കോർപ്പറേറ്റ് സെക്ടറുകളിൽ, അഡ്വക്കസി അസൈൻമെൻറ്റ്സിൽ, നാഷണൽ ഇതെല്ലാം ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ, അതുപോലെ ടീച്ചിങ് ആൻഡ് റൈറ്റിംഗ്, എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ ഒരു കോഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബാച്ചിലർ ഡിഗ്രിയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 8,000 റുപ്പീസാണ് ഫസ്റ്റ് ഇയറിൻ്റെ. സെക്കൻഡ് ഇയറിന് 8,000 റുപ്പീസ്. 2 വർഷത്തെ രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ 700 രൂപ എക്സ്ട്രാ ഉണ്ടാവും, രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും. ഓക്കെ, ഇനി ഇത് ഏതെല്ലാം റീജിയൻ സെൻറ്ററിലാണ് കേരളത്തിൽ അവൈലബിൾ, അതിൽ ഏതെല്ലാം സ്റ്റഡി സെൻറ്ററിലാണ് അവൈലബിൾ എന്നുള്ളതൊന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. സ്റ്റഡി സെൻറ്ററും റീജിയൻ സെൻറ്ററും എന്താണെന്ന് അറിയാത്തവർ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഏതെല്ലാം സ്റ്റഡി സെൻറ്ററിലാണ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. കൊച്ചി റീജിയൻ സെൻറ്ററിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ അല്ല. ഇനി ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൽ 2 കോളേജ്, ഈ 2 കോളേജുകളിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി വടകരയിൽ നോക്കാം. വടകര റീജിയൻ സെൻറ്ററിൽ മാത്രമാണ് ഈ ഒരു കോളേജ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കോഴ്സ് എടുക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുക, എവിടെയാണ് വേണ്ടത് എന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ കോഴ്സിനെ കുറിച്ചിട്ട്, ഇതിൻ്റെ സബ്ജക്റ്റുകളെ കുറിച്ചിട്ടൊന്ന് നോക്കാം. ഇതിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമായിട്ടാണ് ഇത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററുകളിലും എക്സാം എഴുതാവുന്നതാണ്. പക്ഷെ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇയറിലായിട്ടാണ് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 2 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഈ 2 സബ്ജക്റ്റ് MWG 101 എന്ന് പറഞ്ഞിട്ടുള്ള കോഡിലുള്ള തിയറീസ് ഓഫ് വുമൻസ് ആൻഡ് ജെൻഡർ സ്റ്റഡീസും MWG 102 എന്ന് പറഞ്ഞിട്ടുള്ള ജെൻഡർ ആൻഡ് പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 8 ക്രെഡിറ്റ്സിൻ്റെ കോഴ്സുകളാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും. തേർഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ, സ്പെഷ്യലൈസേഷൻ ഏരിയ, അതിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ഏരിയ നിങ്ങൾ ചൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഇതിൽ 2-ൽ നിന്ന് ഏതെങ്കിലും ഒന്ന്, റിസർച്ച് മെത്തേഡ്സും ജെൻഡർ നാഷണലും എന്ന് പറഞ്ഞിട്ട് 2 സബ്ജക്റ്റുകളുണ്ട്. അതുപോലെ റിസർച്ച് മെത്തേഡ്സ്, വുമൻസ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. തേർഡ് സെമസ്റ്ററിലും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റി നൽകുന്നതാണ്. അപ്പോൾ ഫോർത്ത് സെമസ്റ്ററിൽ ഇതുപോലെ നിങ്ങൾ ചൂസ് ചെയ്യണം. ഫോർത്ത് സെമസ്റ്ററിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ പ്രൊജക്റ്റ് വർക്ക് ഉണ്ടാവും.
ഈ പ്രൊജക്റ്റ് വർക്ക് നിങ്ങൾക്ക് നിർബന്ധമാണ് എങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കാൻ ഈ പ്രൊജക്റ്റ് ചെയ്യണം. ഈ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കണം, അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എച്ച് അക്കാദമിയുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും പുതിയ കോഴ്സുകളെ കുറിച്ച് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. താങ്ക് യു.